ഹലോ ഇച്ചാനാ മോളെ, നീ അവിടെ എന്തെടുക്കുക? ഞാനോ? എനിക്ക് മിണ്ടിയും പറഞ്ഞിരിക്കാൻ ഒരുപാട് പേരില്ലേ ഇവിടെ. അപ്പച്ചനും അമ്മച്ചിയും അങ്ങ് വന്നോ? നിനക്ക് അവരുടെ കൂടെ ഇങ്ങോട്ട് വരാറുന്നില്ലേ മോളെ? വരാഞ്ഞത് മനഃപൂർവ്വം അയച്ചായ. സഹായം ഇറക്കാൻ വേണ്ടി വന്നതല്ലേ അവര്. അതിനിടയില് ഞാൻ കൂടി വന്ന് ഒരു കാഴ്ചവസ്തു ആകണ്ടല്ലോ എന്ന് കരുതി. അങ്ങനെയൊന്നും കരുതണ്ട മോളെ. അപ്പച്ചൻ കാര്യമൊക്കെ പറഞ്ഞു. പയ്യനെ നിനക്ക് ഇഷ്ടമായോ? എന്താ നീ ഒന്നും മിണ്ടാത്തത്? എനിക്കിഷ്ടമായിട്ട് കാര്യമില്ലല്ലോ ഈ ചായ. ചട്ടുകാലിയെ അവർക്കല്ലേ ഇഷ്ടമാവേണ്ടത്. പിന്നെയുണ്ടല്ലോ കാര്യങ്ങള്. കുറച്ചൊന്നുമല്ല അവര് ചോദിക്കുന്നത്. അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട. പൊന്നിനും പണത്തിനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ ചായന്റെ ജീവിതം കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു പ്രയോജനം വേണമല്ലോ. നോക്കാനി മോളെ, ഇച്ചായനൊരു ഒറ്റ കാര്യത്തിൽ നിർബന്ധമുള്ളൂ. അവരുടെ ഡിമാൻഡ്സ് ഒക്കെ നമുക്ക് അംഗീകരിക്കാം. പക്ഷേ പയ്യനെ നിനക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം, എങ്കിൽ മാത്രമേ നീ അതിന് സമ്മതിക്കാവൂ. ഞാൻ പറയുന്നത് മോൾക്ക് മനസ്സിലായോ? ഞങ്ങൾക്ക് വേണ്ടി ആവരുത് ഈ ബന്ധത്തിന് നീ സമ്മതം മൂടുന്നത്. നിന്റെ ജീവിതമാണ് മോളെ. അത് ഇച്ചായൻ്റെതുപോലെ ആവരുത്. ഏയ് സാരല്ലടി, നിനക്ക് വേണ്ടി ഇച്ചാൻ ഇത്രയും ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ. അവരോട് ഈ ആഴ്ച തന്നെ വരാൻ അപ്പച്ചനോട് പറഞ്ഞ് ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതെ, പയ്യൻ വരുമ്പോ അയാളോട് നീ തുറന്ന് സംസാരിക്കണം. എന്താ അയാളുടെ ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ അറിയണമല്ലോ. ഇച്ചായൻ പറഞ്ഞത് ഓർമ്മ വേണം കേട്ടോ. എന്നാ വയ്ക്കട്ടെ മോളെ, അവരിപ്പം അങ്ങോട്ടെത്തും. ശരി. അനിയത്തിമോളായിരിക്കും അല്ലേ? ഭാര്യയുള്ളൂ കണ്ണിന് പിടിക്കാത്തത്. ഭാര്യ വീട്ടിലെ കാശിനൊരായിത്തോ ഇല്ല. കൊള്ളാം. ജയിലില് ഞങ്ങളുടെ ബ്ലോക്കില് വരാപ്പുഴക്കാരി ഒരുത്തി ഉണ്ടായിരുന്നു, ഒരു മണിയമ്മ. അവള് കൂടെ കൂടെ പറയുന്ന ഒരു പഴഞ്ചൊല്ല എനിക്കിപ്പോ ഓർമ്മ വരുന്നത്. അമ്മായി അച്ഛന് പണമുണ്ടെങ്കിൽ സംബന്ധം പരമാനന്ദം. അതേടി, പരമാനന്ദം തന്നെയാ എനിക്ക്. നീയും നിന്റെ അപ്പനും ആങ്ങളെയൊക്കെ കൂടെ കൂടെ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, എന്റെ പെങ്ങളുടെ ചട്ടുകാലിനടക്കം വില ഉറപ്പിച്ച എന്നെ നേടിയതെന്ന്. അപ്പോ ആ ചട്ടുകാലിനുള്ള ഷെയർ ഞാൻ എന്റെ പെങ്ങൾക്ക് അങ്ങ് കൊടുത്തു എന്ന് കരുതിയാ മതി. അല്ല, ഏത് കച്ചവടത്തിനും വേണമല്ലോ അതിൻ്റെതായിട്ടുള്ളൊരു നേരും നെറിയൊക്കെ. ഓ അങ്ങനെ. ആ, പെങ്ങളുടെ ചട്ടുകാലിന്റെ ഷെയർ 15 ലക്ഷം ആണെങ്കിൽ ഇനി ബാക്കി ആർക്കൊക്കെ എത്ര വെച്ച് കൊടുക്കാനുണ്ടാവും? എല്ലാവരുടെയും പങ്ക് കൊടുത്തു കഴിയുമ്പോ സ്വന്തം വിലയാണെന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ ഒരു ഓട്ടക്കാരനെങ്കിലും കണ്ടാ മതിയായിരുന്നു. അബ്ദുപ്പ ഇറങ്ങാറായോ? ടൗണിലേക്ക് ഞാനും ഉണ്ട് കേട്ടോ. മോളെങ്ങോട്ടാ? അങ്ങനെ പ്രത്യേകിച്ചൊരിടമൊന്നുമില്ല. എന്തേലും ജോലി തടയുമെന്നൊന്ന് അന്വേഷിക്കണം, അതാ പ്രധാനം. ഇന്നലെ ആ ബീച്ച് റോഡില് കുറച്ച് പുതിയ സ്ഥാപനങ്ങൾ കണ്ടല്ലോ അബ്ദുപ്പ. അവിടെ എവിടെയെങ്കിലും ഒന്ന് അന്വേഷിച്ച് നോക്കിയാലോ? ചിലപ്പോ ആളെ ആവശ്യമുണ്ടെങ്കിലോ? അല്ല, അതിപ്പോ ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാനാ മോളെ? ഒരു കാര്യം ചെയ്യാം, ഞാൻ വേണേൽ ആദ്യം പോയി ഒന്ന് അന്വേഷിച്ചു പോരാ. എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടെങ്കിൽ പോയാ പോരെ? അത് വേണ്ട അബ്ദുപ്പ, നേരിട്ട് പോയി ഒന്ന് മുട്ടി നോക്കാം. അഥവാ ആരെങ്കിലും കനിഞ്ഞാലും പിന്നെ ഉണ്ടൊരു പ്രശ്നം. ഇതുവരെ പഠിച്ചതിന്റെ പാസ്സായതിന്റെ ഒന്നും സർട്ടിഫിക്കറ്റ്സ് എൻ്റെ കയ്യിലില്ല. ആ കാര്യമൊക്കെ അവരോട് നേരിട്ട് പറഞ്ഞ് ഒരു സാവകാശം ചോദിക്കണം. അതാ ഞാൻ തന്നെ നേരിട്ട് പോവാന്ന് പറഞ്ഞത്. നിന്നെ ഈ അവസ്ഥയെ കാണുമ്പോ
അബ്ദുപ്പ ചിലതൊക്കെ അങ്ങ് ഓർത്തു പോവാ മോളെ. എന്റെ മേനോ സാറിന്റെ മക്കളെ ഈ നിലയിൽ കാണേണ്ടി വന്നല്ലോ എന്ന് ഓർക്കുമ്പോ എന്റെ ചങ്ക് കത്തുക മോളെ. ജീവിച്ചിരുന്നപ്പോ എത്ര ആൾക്കാരെ സഹായിക്കുകയും രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ആളായിരുന്നു മേനോ സാർ. ആ വലിയ മനുഷ്യന്റെ മോള് ഒരു ജോലി തണ്ടി തെരുവിലറിയുന്ന കാഴ്ചയും ഞാൻ തന്നെ കാണേണ്ടി വന്നല്ലോ പടച്ചോനെ. അതൊന്നും സാരമില്ല അബ്ദുപ്പ. ഞാനിപ്പോ കഴിഞ്ഞതിനെ പറ്റി ഒന്നും ആലോചിക്കാറില്ല. ചിലപ്പോ ഞങ്ങൾക്ക് ഇങ്ങനൊന്നും സംഭവിക്കാതിരിക്കാനായിരിക്കും അച്ഛനും അമ്മയും ഞങ്ങളെ ഒപ്പം കൂട്ടാന്ന് തീരുമാനിച്ചത്. അന്നത് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കില്ലാതെ പോയി. ദൈവത്തിന്റെ കൈ നിരന്ന് വാങ്ങിയ രണ്ടാം ജന്മമല്ലേ. പിടിച്ചു നിൽക്കാൻ പരമാവധി ഒന്ന് ശ്രമിച്ചു നോക്കണം. സ്വന്തം കാലിൽ നിൽക്കാനും ചേച്ചിയുടെ കാര്യങ്ങൾക്കും വേണ്ടി എന്തെങ്കിലും ഒരു ജോലി കൂടിയേ തീരൂ. മോള് പറയുന്നത് പോലെ ബാങ്കിലോ ഓഫീസിലോ ഒന്നും ഉപ്പായ്ക്ക് വലിയ പിടിയൊന്നുമില്ല. എന്നാലും ടൗണിലെ 1-2 കടകളിൽ ഇത്തിരി പിടിയുണ്ട്. അതിലൊന്ന് സലാം മുതലാളിയുടെ ചെരുപ്പ് കടയാ. പാവം പിടിച്ചവരാ. താഴ്ന്ന നിലയിൽ നിന്ന് കഷ്ടപ്പെട്ടു വന്നയാളാ. മനുഷ്യപ്പറ്റുള്ള കൂട്ടത്തിലുവാ. ശമ്പളം വലുതായൊന്നും പ്രതീക്ഷിക്കണ്ട. എന്നാലും മോക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങേരോടൊന്ന് ചോദിച്ചു നോക്കാം. താല്പര്യം ഉണ്ടോന്നോ? അതെന്തൊരു ചോദ്യം അബ്ദുപ്പ. എന്റെയും ചേച്ചിയുടെയും കാര്യങ്ങൾ നടന്നു പോണം. അതിനുള്ളത് കിട്ടിയാൽ മതി. പിന്നെ അവിടെ നിന്നുകൊണ്ട് നമുക്ക് വേറെ ശ്രമിക്കാലോ. ഒന്നുമില്ലാതിരിക്കുന്നതിനേക്കാൾ ഭേദമല്ലേ അത്? ആ, എന്നാ ഞാൻ രാവിലെ ചെന്ന് അയാളെ ഒന്ന് കണ്ടു നോക്കാം. മോൾ ഇന്നിനി എങ്ങോട്ടും പോകണ്ട. അയാൾ എന്തെങ്കിലും അനുകൂലമായിട്ട് പറഞ്ഞാ ഉപ്പ ഇങ്ങി വരാം. ആ ഈശ്വരൻ അനുഗ്രഹിച്ച എനിക്കൊരു ചെറിയ ജോലി കിട്ടിയേക്കും ചേച്ചി. പിന്നെ നമ്മുടെ കാര്യങ്ങൾക്ക് അബ്ദുപ്പയും സീനുമയൊന്നും അധികം ബുദ്ധിമുട്ടിക്കേണ്ടി വരില്ല. കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ഒരു ജോലി ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പിന്നെ ഇവിടെ സാധാരണ ടെക്സ്റ്റൈൽസിലെ ജുവലറിയോ പോലെ ഒരുപാട് സ്റ്റാഫുകളെ ആവശ്യമില്ല. പിന്നെ അബ്ദു പറഞ്ഞ കാര്യം ആയതുകൊണ്ട് മാത്രം എനിക്കിത് തീരെ ഒഴിവാക്കാനും പറ്റില്ല. ക്യാഷിൽ ഒരാൾ ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ആഴ്ച ആ വേക്കൻസി ഫില്ലായി. ഇനിയിപ്പോ വേണമെങ്കിൽ സെയിൽസിൽ നോക്കാം. അതും കുട്ടിക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം. എന്തു പറയുന്നു? എന്ത് ജോലിയായാലും എനിക്ക് താല്പര്യമാണ് സർ. ഞാൻ പറഞ്ഞല്ലോ സലാ സാറേ, എനിക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ടൊരു കുട്ടിയായതുകൊണ്ടാ സാറിനെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നത്. ഓക്കെ. പിന്നെ ആദ്യം കുറച്ചുനാൾ വലിയ ശമ്പളമൊന്നും പ്രതീക്ഷിക്കരുത്. പണിയൊക്കെ ഒന്ന് പഠിച്ചു വരട്ടെ. അത് കഴിഞ്ഞ് മാസശമ്പളത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം. അതുവരെ ഒരു അലവൻസ് എന്നുള്ള രീതിയിൽ ഒരു തുക ഡെയിലി തരാം. എന്താ? മതി സർ, എനിക്ക് സമ്മതം. അപ്പോ നാളെ മുതൽ വരുന്നോ അതോ ഇന്ന് തന്നെ തുടങ്ങുന്നോ? ഇന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ഞാൻ റെഡിയാണ് സർ. ആ, എന്നാ പിന്നെ അതാ മോളെ നല്ലത്. ഇനിയിപ്പോ ചെന്നിട്ടും അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ. ഒരു ദിവസം മുന്നേ എന്താ എങ്ങനെയൊക്കെയാന്ന് നോക്കി പഠിക്കുകയും ചെയ്യാമല്ലോ. ആ ബാപ്പുട്ടി, ഓ ഇത് ഗൗരി. ഇന്നു മുതൽ സെയിൽസിലുണ്ടാവും. താൻ ഈ കുട്ടിക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും. ആ മോള് വാ. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. അബ്ദുപ്പ, ഐശ്വര്യമായിട്ട് തുടങ്ങിക്കോ മോളെ. നിന്റെ കൂടെ പടച്ചനുണ്ടാവും. ആ, വൈകിട്ടൂടെ നിന്നാ മതി. ഞാൻ വന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോളാം. ആ, വലിയ ഉപകാരം സാറേ. എന്നാ പിന്നെ ഞാനങ്ങോട്ട് ശരിയായിക്കോട്ടെ. മിടിക്കാണെന്ന് തോന്നുന്നു അല്ലേ? വന്നാലേ ഉള്ളൂ, നമുക്ക് നോക്കാം. നോക്കാം.
കേറ്റി ചോദിക്കുന്നോ? എന്നതാന്ന് വെച്ചാ ഒന്ന് തെളിച്ചു പറ കുഞ്ഞോനെ. എന്റെ ചേട്ടത്തി 60 പവനും 15 ലക്ഷം രൂപയല്ലയോ അവര് ചോദിച്ചോണ്ടിരുന്നത്? അതെ, അത് കൊടുക്കാമെന്ന് നമ്മൾ സമ്മതിച്ചതല്ലേ? എന്നാലേ അവർക്കിപ്പോ സ്വർണം 100 തികച്ചു വേണമെന്നാ പറയുന്നത്. പിന്നെ തുക 25. അതെന്നെ അറിയണം അവരിപ്പോ ഈ പറയുന്നത്. എല്ലാം പറഞ്ഞു ഉറപ്പിച്ചതല്ലേ, പിന്നെ മാറ്റി പറയാന്ന് പറഞ്ഞ കുടുംബക്കാർക്ക് ചേർത്ത പണിയാണോ? അതൊക്കെ നിങ്ങൾ നേരിട്ട് ചോദിക്കുക, പറയോ, എന്താന്ന് വെച്ചാ ചെയ്തോ. എന്നോട് പറഞ്ഞത് ഞാൻ ഇവിടെ വന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. 100 പവനും 25 ലക്ഷവും കൊടുക്കാമെങ്കിൽ മാത്രം ഇതേക്കുറിച്ച് ആലോചിക്കാന്നാ ഇപ്പൊ അവര് പറയുന്നത്. ഇപ്പറഞ്ഞതിൽ കൂടുതൽ കൊടുക്കാൻ നിങ്ങൾക്കിപ്പോ ആസ്തി ഉണ്ടെന്ന് അവര് ആരോ വിളിച്ച് പറഞ്ഞു പോലും. അപ്പൊ പിന്നെ ഞങ്ങളായിട്ട് എന്തിനാ കുറയ്ക്കുന്നതെന്നാ അവരുടെ ചോദ്യം. ഞാനിപ്പോ അവരോട് എന്താച്ചാ പറയേണ്ടത്? ഇനിയിപ്പോ എന്നാ പറയാനാ കുഞ്ഞുമോനെ? വാക്ക് മാറ്റി പറയുന്നവരോട് കൂടാൻ ഞങ്ങൾക്കും താല്പര്യമില്ല എന്ന് പറഞ്ഞേക്ക്. അതാ ചേച്ചിയെ നല്ലത്. നമ്മുടെ കൊച്ചിന് ഇത് വിധിച്ചിട്ടില്ല എന്ന് കൂട്ടിയാ മതി. നിങ്ങൾ പ്രാഞ്ചിയച്ഛനെ വിളിച്ചൊന്ന് വിവരം പറ. ചിലപ്പോ അച്ഛൻ വിചാരിച്ച അവര് വല്ല വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായെങ്കിലോ? വേണ്ട റാഹേലെ, അതിന് ശരിയാവില്ല. അവർക്ക് താല്പര്യം നമ്മുടെ മോളോടല്ലെന്ന് വ്യക്തമായില്ലേ? ആ സ്ഥിതിക്ക് അതേപ്പറ്റി ആലോചിക്കാതിരിക്കുന്നത് നല്ലത്. ആദ്യമേ കഴിച്ചാൽ പിന്നെ ഒടുക്കം വരെ കയ്പായിരിക്കും. എന്തിനാ വെറുതെ? എന്റെ മാതാവേ, ആ കൊച്ചിന്റെ കാര്യത്തിൽ ഒരുവിധം എല്ലാം ശരിയായല്ലോ എന്ന് സമാധാനപ്പെട്ട് വന്നതാ. അതും കൈപ്പിടിന്ന് പോയല്ലോ. ആശിച്ചാ മാത്രം പോരടി, അനുഭവിക്കാൻ യോഗം വേണം. എന്താ അവരിപ്പോ പെട്ടെന്ന് ഇങ്ങനെ വാക്കുമാറ്റി പറയുന്നത്? 10 ലക്ഷം രൂപയല്ലേ അവർ ആദ്യം ചോദിച്ചത്. എന്നിട്ടിപ്പോ പെട്ടെന്ന് എന്താ ഇങ്ങനെ? അറിയില്ലടാ മോനെ, ആരെങ്കിലും എന്നതെങ്കിലുമൊക്കെ പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കി കാണും. അതല്ലേ ഒറ്റയടിക്ക് അവർ 25 ലക്ഷം വേണമെന്ന് പറഞ്ഞ് അവർ വാശി പിടിക്കുന്നത്. ആ, അവരോട് ആരാണ്ട് അത്രയ്ക്ക് ചോദിക്കാൻ പറഞ്ഞു പോലും. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും അപ്പച്ച? ആ, എന്നെ ചെയ്യാനാ? അതങ്ങോട്ട് വേണ്ടാന്ന് നോക്കും. ആ, അത്രയും കൊടുക്കാൻ എന്റെയോ നിന്റെയോ കയ്യിൽ അത്രയ്ക്കുണ്ടോ? പിന്നെ നിന്റെ ഭാര്യ വീട്ടുകാരോട് ചോദിക്കാന്ന് വെച്ചാൽ അവരെന്നാ കരുതും? നനഞ്ഞിടം കുഴിക്കാന്നല്ലേ വിചാരിക്കൂ? അത് വേണ്ടടാ, ശരിയാവില്ല. അനിമോൾ അറിഞ്ഞോ? ആ, ഞാൻ പറഞ്ഞു. വെറുതെ എന്നാത്തിനാ അവളുടെ മനസ്സിലൊരു മോഹം ഉണ്ടാക്കി കൊടുക്കുന്നേ? തുടക്കത്തിലേ അത് മുടങ്ങിയെന്നറിഞ്ഞാൽ പിന്നെ അത്രയ്ക്ക് വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ അവക്ക്. ആ, കർത്താവ് തമ്പുരാൻ എന്നതൊക്കെയാ കണ്ടക്കണമെന്ന് ആരറിഞ്ഞു? എല്ലാം അവിടുത്തെ ഇഷ്ടം പോലെ നടക്കട്ടെ. അല്ലാതിപ്പോ നമ്മൾ എന്നാ പറയാനാ? ശരി. എന്നതാ അലൻ സാറേ മുഖത്തിനൊരു വാട്ടം? എന്തെങ്കിലും കുഴപ്പം പറ്റിയോ? അങ്ങനെ അങ്ങ് പോയാലോ? കാര്യം എന്നതാന്നൊന്ന് പറഞ്ഞിട്ട് പോ മാഷേ. നിന്നോട് പറയാൻ മാത്രം ഒന്നും ഉണ്ടായിട്ടില്ല. പെങ്ങക്ക് വന്ന പ്രൊപ്പോസൽ തട്ടിപ്പോയല്ലേ? എന്നാലും അന്യായ ചെയ്ത്തായിപ്പോയി അവര് ചെയ്തു കളഞ്ഞത്. 15 ലക്ഷം പറഞ്ഞ് ഉറപ്പിച്ച കച്ചവടത്തിന് ഒറ്റയടിക്ക് 10 ലക്ഷം കയറ്റി പറയാന്ന് പറഞ്ഞ അത് മര്യാദയാണോ? ഇതെന്നതാ വെള്ളരിക്കപ്പെട്ടണോ? പെണ്ണിന് കാലിനൽപ്പം സ്വാധീനക്കുറവുണ്ടെന്ന് വെച്ച് ഇങ്ങനെ അങ്ങോട്ട് വിലപേശം കൊള്ളാവോ? ഇനിയിപ്പൊ 25 ലക്ഷം കൊടുക്കാന്ന് വെച്ചാലും നാളെ അവരത് 50 ആക്കില്ലെന്ന് എന്നതാ ഉറപ്പ്? അല്ലയോ മാഷ്? ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു? സത്യം പറ, ഇതൊക്കെ നിന്റെ കളിയായിരുന്നു അല്ലേ? നീയാണോ അവരെ വിളിച്ച് കാശ് കൂട്ടിച്ചോദിക്കാൻ ആവശ്യപ്പെട്ടത്? പറയടി. ചൂടാവാതെ മാഷേ, പറഞ്ഞത് ഞാൻ തന്നെയാ. സ്ത്രീധനത്തിന്റെ വകയില് പെങ്ങടെ അക്കൗണ്ടിൽ 10-15 ലക്ഷം കൂടുതൽ കിടക്കട്ടെ എന്ന് ഞാനങ്ങ് വിചാരിച്ചു. അതൊരു നല്ല കാര്യമല്ലേ? പക്ഷെ എന്നാ ചെയ്യാനാ മാഷേ, എന്റെ പാപ്പിച്ചൻ ഒരു പ്രത്യേക ടൈപ്പാ. കച്ചവടത്തിന് ആദ്യം ഉറപ്പിക്കുന്നതാ വില, പിന്നെ ഒരു നയാ പൈസ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല.
ആ സ്വഭാവം കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടാ പയ്യൻ വീട്ടുകാരോട് ഞാൻ കാച്ചു കാച്ചിയത്. പാവത്തുങ്ങള് കേട്ട പാതി കേൾക്കാത്ത പാതി അവരതിലങ്ങ് വീഴുകയും ചെയ്തു. എന്നതല്ലൻ സാറേ, പെങ്ങളുടെ കല്യാണം മുടക്കിയതിന് എന്നൊന്ന് തല്ലണമെന്ന് തോന്നുന്നുണ്ടോ മാഷിന്? എങ്കിൽ തല്ലിക്കോ. ചൊണയുണ്ടെങ്കിൽ എന്നെ ഒന്ന് തല്ലി നോക്കണോ താൻ? എന്തായിരുന്നു എല്ലാവരുടെയും മുന്നിൽ വെച്ച് അലൻ ജോസഫിന്റെ പ്രകടനം? 15 ലക്ഷം രൂപയെന്ന് പറയുന്നത് ഇപ്പോഴത്തെ നമ്മുടെ നില വെച്ച് വലിയൊരു തുകയല്ല പോലും. ഭർത്താവ് എല്ലാവരുടെയും മുന്നിൽ അത്രയ്ക്കങ്ങോട്ട് വലിയ പ്രകടനം കാഴ്ചവെക്കുമ്പോ ഭാര്യ ഒട്ടും മോശമാകാൻ പാടില്ലല്ലോ. അങ്ങനെ എന്റെ പാപ്പിച്ചായന്റെ പണപ്പെട്ടിയുടെ ബലത്തിൽ ഇയാളുടെ പെങ്ങൾക്ക് ചുളുവിൽ ചെറുക്കനെ ഒപ്പിക്കാൻ നോക്കണ്ട. നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങളുടെ പെങ്ങളുടെ ചട്ടുകാലിനടക്കം വിലയിട്ടാ നിങ്ങൾ എനിക്ക് വാങ്ങി തന്നെന്ന്? ശരിയാ, അങ്ങനെ തന്നെയായിരുന്നു ആ കച്ചവടം. ആ കരാറിൽ ഒന്നുകൂടി ഉണ്ടായിരുന്നു, നിങ്ങൾ എന്റെ ഭർത്താവാകണമെന്ന്. അല്ലാതെ ഭർത്താവിന്റെ കോലം കെട്ടി നിൽക്കുന്ന ഒരുത്തനെ അല്ലായിരുന്നു ഞങ്ങൾക്ക് വേണ്ടത്. മോഹവില കൊടുത്ത് എന്റെ പാപ്പിച്ചായൻ എനിക്ക് വാങ്ങി തന്നത് ഒരു കളിപ്പാട്ടത്തിനെ അല്ലാന്ന് ആദ്യം നിങ്ങൾ തെളിയിക്കും. എന്നിട്ടാകാം ഭാര്യയുടെ ചെലവിൽ പെങ്ങൾക്ക് ചെറുക്കനെ ഒപ്പിക്കാൻ നടക്കുന്നത്. ഹലോ അനിമോളെ, ഇച്ചായ, ഇതെവിടെന്നാ? ഞാൻ ഇവിടുന്ന് തന്നെയാ മോളെ. അപ്പച്ചൻ വിളിച്ചിരുന്നു. നിനക്ക് സങ്കടമായോ മോളെ? ഓ, അതറിയാനാണോ ഇച്ചായൻ ഇപ്പോൾ വിളിച്ചത്? എനിക്കൊരു സങ്കടവുമില്ല ഇച്ചായ. 25 ലക്ഷം രൂപയെ അത്രയൊക്കെ കൊടുത്ത് എന്നെ കെട്ടിക്കാൻ വേണ്ടി അയാളാരാ? ഇന്ത്യൻ പ്രധാനമന്ത്രിയോ? ഒന്ന് പോവാൻ പറ ഇച്ചായ അയാളോട്. എനിക്കൊരു സങ്കടവുമില്ല. ഇത് നടക്കാഞ്ഞത് നന്നായെന്നേ ഞാൻ പറയൂ. ഇനി ഇതിന്റെ പേരില് ഇച്ചായം വിഷമിക്കാതിരുന്നാ മതി. സാരമില്ല മോളെ, എന്റെ മോൾക്ക് ഇതിലും നല്ലൊരാളെ ആയിരിക്കും കർത്താവ് കണ്ടുവച്ചിരിക്കുന്നത്. മോള് വിഷമിക്കരുത്. എനിക്ക് വിഷമമൊന്നും ഇല്ലാന്നേ. ഇതുപോലെ കാശും ചോദിച്ചു വരുന്നവനെ തൊഴുത്തിലെ ചൂലെടുത്തടിക്കും ഞാൻ. നോക്കിക്കോ. ഇതിന്റെ പേരില് ഇച്ചായൻ സങ്കടപ്പെടാതിരുന്നാ മാത്രം മതി. വെച്ചേക്കട്ടെ ഞാൻ. ആരാടി വിളിച്ചത്? ഇച്ചായന പാവം എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വിളിച്ചതാ അപ്പച്ച. എനിക്ക് വിഷമമൊന്നുമില്ലെന്ന് എനിക്കല്ലേ അറിയാവൂ. ആ മോഡലിനേക്കാളും ഇതാ മാഡത്തിന് കൂടുതൽ ചേരുന്നത്. ഇതാവുമ്പോ കൂടുതൽ ലാസ്റ്റ് ചെയ്യും, വാഷബിളും ആണ്. എങ്കിലിത് പാക്ക് ചെയ്തോളൂ. ശരി മാഡം. ഇതൊന്ന് ബില്ല് ചെയ്തേക്ക്. മാഡം ഇപ്പൊ എത്തും. ബില്ല് കൗണ്ടറിൽ കൊടുത്താൽ മതി. എക്സ്ക്യൂസ് മീ. യെസ്. പുതിയ മോഡൽസ് ഒക്കെ ഒന്ന് കാണണമായിരുന്നല്ലോ. പിന്നെ 1-2 ഹവായി ഐറ്റംസും വേണം. നല്ല സെലക്ഷൻ വല്ലതും വന്നിട്ടുണ്ടോ? എന്താ ചോദിച്ചത് കേട്ടില്ലേ? ബാപ്പുട്ടിക്ക, എന്താ മോളെ? ഈ കസ്റ്റമറിന് പുതിയ മോഡൽസ് കാണണമെന്ന്. അതെന്താ ഇയാൾക്ക് കാണിച്ചു തരാനൊരു ബുദ്ധിമുട്ട്? ആ ഗൗരി, ഇത് നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളാ കേട്ടോ. നമ്മുടെ ബിൽഡിങ്ങിന്റെ ഓണറുടെ മകളാ. ഒന്ന് കാര്യമായി അറ്റൻഡ് ചെയ്തേക്കണം. ശരി സർ. ബാവുടിക്ക, ഒന്ന് വന്നേ. മാഡം വരും. എടി, പറ
പർച്ചേസ് എന്ന് പറഞ്ഞ് ഈ ഷോപ്പിൽ തന്നെ വന്ന് കയറിയത് ഇതിനു വേണ്ടിയായിരുന്നു അല്ലേ? ദിസ് ഇസ് ടു മച്ച്. എന്താ ഇവിടുന്ന് പർച്ചേസ് ചെയ്താൽ പറ്റത്തില്ലയോ? ഞങ്ങൾ സ്ഥിരം വാങ്ങുന്ന ഇവിടുന്ന് തന്നെയാ. ബിൽഡിംഗ് ഓണർ എന്ന നിലയിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കിട്ടും. അതെന്നതാ വേണ്ടെന്ന് വെക്കണോ? എടി നീ ശ്ശേ. ദാ, അത് നോക്കട്ടെ. ഇതെങ്ങനെ? നല്ല സ്റ്റഫാണോ? നല്ല സ്റ്റഫാണ് മാഡം, ഇട്ട് നോക്കാം. എങ്കിലൊന്ന് നോക്കട്ടെ. എന്താ എന്റെ കാലിൽ കുഷ്ടമൊന്നുമില്ല ഇങ്ങനെ മടിച്ചു നിൽക്കാൻ. അതോ ഞാൻ കൗണ്ടറിൽ കംപ്ലൈന്റ് ചെയ്യണോ? ആ ടൈപ്പ് ഒന്ന് എടുത്തേ. ഇത് വലിയ കുഴപ്പമില്ല. ഇത് രണ്ടും ഒന്ന് പാക്ക് ചെയ്തേക്ക്. എങ്ങനെയുണ്ട് മോളെ? ഇവിടുത്തെ ചില്ലറ കൊണ്ട് കഞ്ഞി കുടിച്ച് പോവാൻ പറ്റുന്നുണ്ടോ നിനക്ക് നിന്റെ ചേച്ചിക്കും? മാഡത്തിന് ഇനി എന്തെങ്കിലും ഐറ്റംസ് വേണമെങ്കിൽ നോക്കാം.